ദശകം 78 ദ്വാരകാവാസവും രുക്മിണി സന്ദേശ പ്രാപ്തിയും. ത്രിദിവ വർദ്ധകി വർദ്ധിത കൗശലം ത്രിദശ ദത്ത സമസ്ത വിഭൂതിമത് ജലധി മധ്യഗതം ത്വമഭൂഷയോ നവപുരം വപുരഞ്ജിതരോചിഷ. ത്രിദിവ വർദ്ധകി വർദ്ധിത കൗശലം ത്രിദശ ദത്ത സമസ്ത വിഭൂതിമത് ജലധി മധ്യഗതം ത്വം അഭൂഷയഃ നവപുരം വപുഃ അഞ്ജിതരോജിഷ. ത്രിദിവ വർദ്ധകി വർദ്ധിത കൗശലം. ത്രിദിവ വർദ്ധകി സ്വർഗത്തിലെ ശില്പി, അതായത് വിശ്വകർമാവ്, അദ്ദേഹത്തിൻ്റെ വർദ്ധിത കൗശലം, എല്ലാ കഴിവുകളും അല്ലെങ്കിൽ കരവിരുതുകളും കളിയാടുന്നതും ത്രിദശ ദത്ത സമസ്ത വിഭൂതിമത് ത്രിദശന്മാർ ദേവന്മാർ ദത്ത നൽകിയ സമസ്ത വിഭൂതിമത് എല്ലാ ഐശ്വര്യങ്ങളോടും കൂടിയതും ജലധി മധ്യഗതം ആ സമുദ്രത്തിൻ്റെ നടുക്ക് ഉള്ളതുമായ ത്വം അഭൂഷയഃ നവപുരം അങ്ങ് ആ പുതിയ പുരിയെ ദ്വാരകാപുരിയെ അലങ്കരിച്ചു. എങ്ങനെ അലങ്കരിച്ചു? വപുഹു അഞ്ജിതരോജിഷ ഭഗവാന്റെ ദിവ്യമായ ശരീരകാന്തിയെ കൊണ്ട് അലങ്കരിച്ചു. ദേവശില്പിയായ വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ട ഈ ദ്വാരകാപുരി ദേവന്മാരാൽ നൽകപ്പെട്ട എല്ലാ ഐശ്വര്യങ്ങളോട് കൂടിയതും ഭഗവാൻ തൻ്റെ നിറഞ്ഞ സാന്നിധ്യം കൊണ്ട് മുഴുവനായി അലങ്കരിച്ചതുമായ ആ ദ്വാരകാപുരി വളരെയധികം മനോഹരമായി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഭഗവാൻ ഈ കാലയവനൻ്റെയും ജരാസന്ധൻ്റെയും ഇടയിൽ നിന്ന് ഓടി ഒളിച്ചതുപോലെ പോകുന്നതിന് ശേഷം ഇനിയും മഥുരയിൽ നിൽക്കേണ്ട, അവിടെയാകുമ്പോൾ വീണ്ടും വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടാകും, അങ്ങനെ അവരോടൊന്ന് വ്യതിരേണ്ട ആവശ്യം ഇനിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഭഗവാൻ തൻ്റെ ജനങ്ങൾക്കായിക്കൊണ്ട് സ്വന്തം യോഗസിദ്ധിയാൽ ഒരു ദ്വാരകാപുരം നിർമ്മിച്ചു. ആ ദ്വാരകാപുരിയിലെ എല്ലാ അലങ്കാരങ്ങളും ചെയ്തത് ദേവശില്പിയായ വിശ്വകർമാവായിരുന്നു. എല്ലാ ദേവതകളും അവരവരുടെ സാധിക്കുന്ന വിധത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും നൽകി ദ്വാരകാപുരി അനുഗ്രഹിച്ചു. അപ്രകാരം മനോഹരമായിരിക്കുന്ന ആ ദ്വാരകാപുരിയെ ഭഗവാൻ തൻ്റെ നിറഞ്ഞ സാന്നിധ്യം കൊണ്ട് ഒന്നുകൂടി അലങ്കരിച്ചു എന്ന് പറയുക. ത്രിദിവ വർദ്ധകി വർദ്ധിത കൗശലം ത്രിദശ ദത്ത സമസ്ത വിഭൂതിമത് ജലധി മധ്യഗതം ത്വമഭൂഷയോ നവപുരം വപുരഞ്ജിതരോജിഷ. ദദുഷിരേവധ ഭൂഭൃതിരേവതിം ഹലഭൃതേ തനയാം വിദിശാസനാത് മഹിതമുത്സവഘോഷമപൂപുഷ സമുദിതൈർമുദിതൈ സഹയാദവൈ. ദദുഷി രേവത ഭൂഭൃതി രേവതിം ഹലഭൃതേ തനയാം വിധിശാസനാത് മഹിതമുത്സവഘോഷം അപൂപുഷ സമുദിതൈ മുദിതൈ സഹ യാദവൈ. ദദുഷി രേവത ഭൂഭൃതി രേവതിം ഹലഭൃതേ. രേവതൻ എന്നു പേരായ രാജാവ്, അദ്ദേഹത്തിന് കകുത്മി എന്നുകൂടി ഒരു പേരുണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ പുത്രിയായ രേവതിയെ ബലരാമദേവന് വിവാഹം ചെയ്തു കൊടുത്തു. അതും വിധിശാസനാത് ബ്രഹ്മദേവൻ്റെ നിർദ്ദേശമനുസരിച്ചിട്ടാണ് പ്രകാരം ചെയ്തത്. ആ വിവാഹോത്സവത്തിൽ മഹിതം ഉത്സവഘോഷം അപൂപുഷ മഹത്തായ വിവാഹോത്സവം വളരെ
സമ്പന്നമാക്കി തീർത്തു. സമുദിതൈ മുദിതൈഹി സഹ യാദവൈഹി. എല്ലാവരും സന്തോഷിച്ച് കൂട്ടമായിട്ട് എത്തിച്ചേർന്ന ആ യാദവന്മാരോട് കൂടി ചേർന്ന് ആ വിവാഹോത്സവം വളരെ ആഘോഷമാക്കി എന്നാണ് പറയുന്നത്. ഈ രേവതൻ എന്ന് പറയുന്ന രാജാവ് കൃതയുഗത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന് സുന്ദരിയായ രേവതി എന്ന പുത്രി ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരാശയം, ഇവൾക്ക് അനുരൂപനായ ഒരു വരനെ ഞാൻ എങ്ങനെയാണ് കണ്ടെത്തുക? ഒരു കാര്യം ചെയ്യാം, ബ്രഹ്മദേവനോട് പോയി ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് സത്യലോകത്തിലേക്ക് പോയി. അങ്ങനെ കൃതയുഗത്തിൽ സത്യലോകത്തിലേക്ക് പുറപ്പെട്ട ഈ രേവതൻ ബ്രഹ്മദേവൻ്റെ അടുത്ത് ചെന്നു ചോദിച്ചു. ചോദ്യത്തിന് ഉത്തരമായിട്ട് ബ്രഹ്മദേവൻ പറഞ്ഞു, അത് ബലരാമന് വിവാഹം ചെയ്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് മടങ്ങിപ്പോന്നു. അങ്ങനെ തിരികെ എത്തിയപ്പോൾ ദ്വാപരയുഗവും കഴിയാറായിരിക്കുന്നു. കൃതയുഗത്തിൽ പോയതാണ്, കൃത ത്രേത ദ്വാപരം. അങ്ങനെ ത്രേതായുഗവും കഴിഞ്ഞ് ദ്വാപരവും കഴിയാറായപ്പോഴാണ് തിരികെ എത്തിയത്. അപ്പോൾ ഈ കൃതയുഗത്തിലുണ്ടായിരുന്ന മനുഷ്യരൊക്കെ ഭയങ്കര ആജാനുബാഹുക്കളായിരുന്നു. ഓരോ യുഗങ്ങൾ കഴിയുന്തോറും മനുഷ്യർ ചെറുതായി വരികയാണെന്നാണ് പറയുന്നത്. അതിനനുസരിച്ച് ദ്വാപരത്തിൻ്റെ അവസാനത്തിലുണ്ടായ ഈ ബലരാമനാവട്ടെ രേവതി അപേക്ഷിച്ച് വളരെ ചെറുതായിരുന്നു. അപ്പോൾ ബലരാമൻ തൻ്റെ കലപ്പ കൊണ്ട് വലിച്ച് തനിക്ക് അനുരൂപയാക്കി തീർത്തു രേവതിയെ. അതുകൊണ്ടാണ് ഹലഭൃത് എന്നൊരു പ്രയോഗം ഇവിടെ മേൽപ്പത്തൂർ എടുത്തിരിക്കുന്നത്. എന്തായാലും ആ ഒരു വിവാഹോത്സവം വളരെ മംഗളകരമായി നടന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ദദുഷി രേവത ഭൂഭൃതിരേവതീം ഹലഭൃതേ തനയാം വിദിശാസനാത് മഹിതമുത്സവഘോഷമപൂഭുഷ സമുദിതൈർമുദിതൈ സഹ യാദവൈ അഥ വിദർഭസുധാം ഖലു രുക്മിണീം പ്രണയിനീം ത്വയി ദേവ സഹോദര സ്വയമദിൽ സദ ചേതി മഹീഭുജേ സ്വതമസാ തമസാധുമുപാശ്രയൻ അഥ വിദർഭസുധാം ഖലു രുക്മിണീം പ്രണയിനീം ത്വയി ദേവ സഹോദര സ്വയം അതിൽസദ ചേതി മഹീഭുജേ സ്വതമസാ തം അസാധും ഉപാശ്രയൻ. അഥ അനന്തരം വിദർഭസുധാം ഖലു രുക്മിണീം പ്രണയിനീം ത്വയി ദേവ. അല്ലയോ ഭഗവാനെ, ആ വിദർഭ രാജ്യത്തുണ്ടായിരുന്ന രാജകുമാരിയായിരുന്ന രുക്മിണി അങ്ങയോട് പ്രണയമുള്ളവളായിരുന്നു. പക്ഷേ അവൾക്കൊരു സഹോദരനുണ്ട്, രുക്മി എന്ന് പേരായിട്ട്. അയാൾ എന്തു ചെയ്തു? സ്വയം അതിൽസദ ചേതി മഹീഭുജേ. അയാൾ തൻ്റെ സഹോദരിയുടെ വിവാഹം നിശ്ചയിച്ചു ചേതി രാജാവായ ശിശുപാലനുമായിട്ട്. എങ്ങനെയാണ്? സ്വതമസ, തൻ്റെ അജ്ഞാനം മൂലം, തം അസാധും ഉപാശ്രയൻ, ആ അസാധു അല്ലെങ്കിൽ ദുഷ്ടനായിരിക്കുന്ന ശിശുപാലനോട് കൂട്ടുകൂടിക്കൊണ്ട് അയാൾക്ക് തൻ്റെ സഹോദരി വിവാഹം ചെയ്ത് കൊടുക്കാനായിട്ട് രുക്മി തീരുമാനമെടുത്തു. ഇവിടെ വിദർഭ രാജപുത്രിയായിരിക്കുന്ന രുക്മിണി ഭഗവാനിൽ അനുരക്തയായിരുന്നു. ആ രുക്മിണി ഭഗവാനെ ലഭിക്കുന്നതിനായി വേണമെങ്കിൽ 100 ജന്മം തപസ് ചെയ്യാം എന്നെല്ലാം പറഞ്ഞ് ബ്രാഹ്മണൻ്റെ വശത്ത് ഒരു സന്ദേശമെല്ലാം കൊടുത്തു വിടുന്നുണ്ട്. എത്രമാത്രം രുക്മിണി ഭഗവാനോട് ചേരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞു വരുന്നത്. പക്ഷേ ഈ രുക്മിണിയുടെ സഹോദരനായിരിക്കുന്ന രുക്മിയാവട്ടെ ദുഷ്ടനായ ശിശുപാലനോട് കൂട്ടുകൂടിയിട്ട് തൻ്റെ അജ്ഞാനം നിമിത്തം ആ ദുഷ്ടന് തൻ്റെ സഹോദരി വിവാഹം ചെയ്ത് കൊടുക്കാം എന്ന് നിശ്ചയിക്കുകയുണ്ടായി. ഇവിടെ തൻ്റെ മാതാപിതാക്കളോ അല്ലെങ്കിൽ സഹോദരിയോ പോലും അറിയാത്ത ഒരു തീരുമാനമാണ് ഈ രുക്മി എടുക്കുന്നത്. അല്ലെങ്കിൽ അവരോടൊന്നും ആലോചിക്കാതെയാണ് ഈ പ്രകാരം ഒരു വിവാഹം നിശ്ചയിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്കെല്ലാം അറിയാം, നമ്മളുടെ കാലത്ത് ഏതെങ്കിലും ഒരു വിവാഹം നടക്കണമെങ്കിൽ ആ വിവാഹത്തിന് പങ്കെടുക്കുന്നവരായ അല്ലെങ്കിൽ വിവാഹത്തിലെ ഭാഗഭാക്കുകളായ വധൂവരന്മാർ എങ്കിലും പരസ്പരം സമ്മതിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ അതും ഉണ്ടായില്ല. തന്നെയുമല്ല,
ഈ രുക്മി തൻ്റെ മാതാപിതാക്കളെപ്പോലും വകവയ്ക്കുന്നവനായിരുന്നില്ല എന്നുകൂടി ഈ ശ്ലോകം നമുക്ക് പറഞ്ഞു തരികയാണ്. അത വിദർഭസുധാം ഖലു രുക്മിണീം പ്രണയിനീം ത്വയി ദേവ സഹോദര സ്വയമതിൽ സദചേതി മഹീഭുജേ സ്വതമസാ തമസാധുമുപാശ്രയൻ ചിരധൃത പ്രണയാ ത്വയി ബാലിക സപദി കാംക്ഷിതഭംഗ സമാകുല തവ നിവേദയിതും ദ്വിജമാദിശത് സ്വകഥനം കഥനംഗ വിനിർമ്മിതം. ചിരധൃത പ്രണയാ ത്വയി ബാലിക സപദി കാംക്ഷിതഭംഗ സമാകുല തവ നിവേദയിതും ദ്വിജം ആദിശത് സ്വകഥനം കഥൻ അംഗവിനിർമ്മിതം. ചിരധൃത പ്രണയാ ത്വയി ബാലിക, വളരെ കാലമായിട്ട് ഈ പെൺകൊടി അല്ലെങ്കിൽ ഈ രുക്മിണി അങ്ങയോട് പ്രണയമുള്ളവളായിരുന്നു. സപതി കാംക്ഷിതഭംഗ സമാകുല, എന്നാലോ അവളുടെ ആഗ്രഹത്തിന് വിഘ്നം നേരിട്ടതായിട്ട് മനസ്സിലാക്കിയപ്പോൾ അവൾക്ക് സങ്കടമുണ്ടായി. തവ നിവേദയിതും ദ്വിജം ആദിശത്, തൻ്റെ ഈ വിഷമാവസ്ഥയെ ഭഗവാനോട് അറിയിക്കുന്നതിനായിട്ട് ഈ രുക്മിണി ദേവി ഒരു ദ്വിജനെ, ഒരു ബ്രാഹ്മണനെ ഭഗവാന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. സ്വകഥനം കഥൻ, തൻ്റെ വിഷമതകളെയൊക്കെ പറഞ്ഞാണ് ബ്രാഹ്മണനെ അയക്കുന്നത്. അംഗവിനിർമ്മിതം, ഈ കാമദേവൻ തനിക്ക് വരുത്തിവെച്ച ഈ ദുഃഖം അതിനെല്ലാം വിശദമായിട്ട് ബ്രാഹ്മണൻ മുഖേന ഭഗവാനെ അറിയിക്കുന്നതിനായിട്ട് പറഞ്ഞയച്ചു. രുക്മിണി ദേവി വളരെ കാലമായിട്ട് ഭഗവാന്റെ ഗുണഗണങ്ങളെല്ലാം കേട്ടറിഞ്ഞ് ഭഗവാനിൽ അനുരക്തയായിരുന്നു. എന്നാൽ തൻ്റെ സഹോദരൻ ആ ദുഷ്ടനായ ശിശുപാലന് വിവാഹം ചെയ്തു കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ രുക്മിണി ദേവിക്ക് എന്തെന്നില്ലാത്ത സങ്കടമുണ്ടായി. തൻ്റെ ആഗ്രഹത്തിന് ഭംഗം വരുമല്ലോ എന്നുള്ള വിഷമതയുണ്ടായി. തന്നെയുമല്ല, ഭഗവാനോടുള്ള പ്രണയം മൂലം ഉണ്ടായ ആ മദനതാപം അതെല്ലാം ഒരു ബ്രാഹ്മണനെ ഭഗവാന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചുകൊണ്ട് വിശദീകരിക്കുവാനായിട്ട് നിയോഗിച്ചു. ചിരധൃത പ്രണയാ ത്വയി ബാലിക സപദി കാംക്ഷിതഭംഗ സമാകുല തവ നിവേദയിതും ദ്വിജമാദിശത് സ്വകഥനം കഥനംഗ വിനിർമ്മിതം. ദ്വിജസുതോപി ചതൂർണമുപായയോ തവ പുരം ഹി ദുരാസദം മുദമവാപജ സാദര പൂജിത സഭവതാ ഭവതാപഹൃതാ സ്വയം. ദ്വിജസുതഃ അപി ച തൂർണം ഉപായയോ തവ പുരം ഹി ദുരാസദം മുദം അവാപജ സാദര പൂജിത സഭവതാ ഭവതാപഹൃതാ സ്വയം. ദ്വിജസുതഃ അപി ച തൂർണം ഉപായയോ, ആ ബ്രാഹ്മണനാവട്ടെ പെട്ടെന്ന് തന്നെ ദ്വാരകയിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെയുള്ള ദ്വാരക തവ പുരം ഹി ദുരാസദം, അങ്ങയുടെ പുരമാകട്ടെ ഗുരുവായൂരപ്പ മോശമായ മനസ്ഥിതിയുള്ളവർക്ക് പ്രവേശിക്കാൻ കഴിയാത്തതാണ് ദ്വാരക. അങ്ങനെയുള്ള ദ്വാരകയിൽ പ്രവേശിച്ച ആ ബ്രാഹ്മണനെ മുദമവാപജ സാദര പൂജിത സ ഭവതാ ഭവതാപഹൃത സ്വയം. ഭവതാപഹൃത, ഭഗവാനാൽ ഈ ബ്രാഹ്മണൻ പൂജിക്കപ്പെട്ടു. എങ്ങനെയുള്ള ഭഗവാൻ? ഭവതാപഹൃത, ഈ സംസാര ദുഃഖങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്ന ആ ഭഗവാനാൽ ഈ ബ്രാഹ്മണൻ സാദര പൂജിത, ആദരവോടുകൂടി പൂജിക്കപ്പെട്ടു. അപ്പോൾ ഈ ബ്രാഹ്മണൻ എന്തെന്നില്ലാത്ത സന്തോഷം ഉണ്ടായി. അതാണ് മുദം അവാപ എന്ന് പറഞ്ഞത്. രുക്മിണി ദേവിയുടെ സന്ദേശവുമായിട്ട് ഈ ബ്രാഹ്മണൻ
ദുഷ്ടന്മാർക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടിരിക്കുന്ന ദ്വാരകാപുരിയിലേക്ക് എത്തിച്ചേർന്നു. അവിടെ ഈ സംസാര ദുഃഖത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുന്ന ആ ഭഗവാൻ സ്വയം ഈ ബ്രാഹ്മണനെ സ്വീകരിച്ച് സൽക്കരിച്ചപ്പോൾ ഈ ബ്രാഹ്മണന് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടായി എന്നാണ് പറയുന്നത്. കേവലം ഒരു ദൂതുമായി വന്ന വ്യക്തി എന്ന നിലയിൽ ബ്രാഹ്മണന് തൻ്റെ ദൗത്യം നിറവേറണം എന്നേ ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവിടെ ഭഗവാൻ സ്വയം ഈ ബ്രാഹ്മണനെ സ്വീകരിച്ച് പൂജിച്ച് ആദരിച്ചപ്പോൾ ആ ബ്രാഹ്മണന് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം ലഭിച്ചു എന്നാണ് പറയുന്നത്. ദ്വിജസുതോ ബീജതൂർണമുപായയൗ തവ പുരം ഹി ദുരാശദം മുദമവാപജ സാദര പൂജിത സഭവതാ ഭവതാപഹൃദാ സ്വയം സച ഭവന്തമവോചത കുണ്ഡിനെ നൃപസുധാ ഖലു രാജതി രുക്മിണി ത്വയി സമുത്സുകയാ നിജധീരതാരഹിതയാ ഹിതയ പ്രഹിതോസ്മ്യഹം. സജ ഭവന്തം അവോചത കുണ്ഡിനെ നൃപസുധാ ഖലു രാജതി രുക്മിണി ത്വയി സമുത്സുകയാ നിജധീരതാരഹിതയാ ഹിതയാ പ്രഹിതഃ അസ്മി അഹം. സഹ ഭവന്തമവോചത കുണ്ഡിനെ സഹ ച ഭവന്തം അവോചത. ആ ബ്രാഹ്മണൻ വന്നിട്ട് ഭഗവാനോട് ഇപ്രകാരം അറിയിച്ചു. എന്താണ് അറിയിച്ചത്? നൃപസുത രുക്മിണി കുണ്ഡിനെ ഖലു രാജതി. രാജപുത്രിയായിരിക്കുന്ന രുക്മിണി കുണ്ഡിനം എന്ന് പറയുന്ന പുരത്തിൽ ശോഭിക്കുന്നു, അല്ലെങ്കിൽ അവൾ അവിടെ വിലസുന്നു. ത്വയി സമുത്സുകയാ. ആ രുക്മിണിക്ക് അങ്ങയിൽ വളരെ സ്നേഹമുണ്ട്. തന്നെയുമല്ല നിജധീരതാരഹിതയാ, അവൾക്ക് ഉണ്ടായിരുന്ന ധൈര്യമെല്ലാം ചോർന്നു പോയിരിക്കുന്നു. തയാഹി അഹം പ്രഹിത, അവളാൽ പറഞ്ഞയക്കപ്പെട്ടതാണ് ഞാൻ. ഈ ബ്രാഹ്മണൻ ഭഗവാന്റെ അടുത്ത് വന്നിട്ട് ഭഗവാനോട് പറയുകയാണ്, ഇങ്ങനെ വിദർഭ രാജധാനിയിൽ അല്ലെങ്കിൽ കുണ്ഡിനപുരം എന്ന് പറയുന്ന രാജധാനിയിൽ രുക്മിണി എന്നു പേരായിട്ടൊരു രാജപുത്രിയുണ്ട്. അവൾക്ക് അങ്ങയിൽ വളരെയധികം സ്നേഹവുമുണ്ട്. പക്ഷേ ഇപ്പോൾ അവൾക്കുണ്ടായിരുന്ന ധൈര്യമെല്ലാം ചോർന്നു പോയിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് അവളാൽ പറഞ്ഞയക്കപ്പെട്ട ഒരു ദൂതനാണ് ഞാൻ എന്നാണ് ഈ ബ്രാഹ്മണൻ ഭഗവാനോട് പറഞ്ഞത്. ഇവിടെ രുക്മി തൻ്റെ കൂട്ടുകാരനായിരിക്കുന്ന ശിശുപാലന് വേണ്ടി സർവഗുണസമ്പന്നയായ സഹോദരി രുക്മിണിയെ വിവാഹം ചെയ്ത് കൊടുക്കാം എന്ന് വാക്ക് കൊടുത്തിരിക്കുന്നു. രുക്മി പ്രകാരം വാക്ക് കൊടുത്തത് പിതാവായ ആ ഭീഷ്മക രാജാവിൻ്റെയും അനുമതിയില്ലാതെയാണ്. അവിടെ താന്തോന്നിയായ ഒരു പുത്രനെയാണ് നമുക്ക് രുക്മിയിൽ കാണിച്ചു തരുന്നത്. ആ രുക്മിയാണ് സഹോദരിയുടെ വിവാഹമെല്ലാം നിശ്ചയിച്ചു വച്ചിരിക്കുന്നത്. ആരാകണം വരൻ എന്നെല്ലാം നിശ്ചയിച്ചിരിക്കുന്നത് അയാളാണ്. ഇതിൽ വേപതു പൂണ്ട രുക്മിണി ഈ ഒരു ബ്രാഹ്മണനെ വിളിച്ചിട്ട് തൻ്റെ സന്ദേശം ഭഗവാനിലെത്തിക്കണം എന്ന് അപേക്ഷിക്കുകയാണ് ചെയ്തത്. ആ ബ്രാഹ്മണൻ രുക്മിണിയുടെ സന്ദേശവുമായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് എത്തിയിട്ട് ഭഗവാനോട് ആ വിശേഷം പറയുന്ന രംഗമാണ് ഈ ശ്ലോകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. രുക്മിണിയാൽ അയക്കപ്പെട്ട ഞാൻ ആ രുക്മിണിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെയും അവൾക്ക് അങ്ങയിലുള്ള അനുരാഗത്തെയും എല്ലാം ഞാൻ അങ്ങയോട് അറിയിക്കുന്നു എന്നാണ് ബ്രാഹ്മണൻ
ഇപ്രകാരം ഭഗവാനോട് പറഞ്ഞത്. സച ഭവന്തമവോചത കുണ്ടിനെ നൃപസുതാ ഖലു രാജതി രുക്മിണി ത്വയി സമുത്സുകയാ നിജധീരതാ രഹിതയാ ഹിതയാ പ്രഹിതോസ്മ്യഹം തവ ഹൃതാസ്മി പുരൈവ ഗുണൈരഹം ഹരതി മാം കില ചേതി നൃബോധുനാ അയി കൃപാലയ പാലയ മാമിതി പ്രജഗദേ ജഗദേ കപദേ തയാ തവ ഹൃദാ അസ്മി പുരാ ഏവ ഗുണൈഃ അഹം ഹരതി മാം കില ചേതി നൃപഃ അധുനാ അയി കൃപാലയ പാലയ മാം ഇതി പ്രജഗദേ ജഗദ് ഏകപദേ തയാ തവ ഹൃദാസ്മി പുരാ ഏവ. ഭഗവാനെ, അങ്ങയാൽ ഞാൻ മുൻപ് തന്നെ ഗുണൈഹി അങ്ങയുടെ ഗുണഗണങ്ങളൊക്കെ കേട്ടിട്ട് വളരെ മുൻപ് തന്നെ ഞാൻ അങ്ങയിൽ അനുരക്തയായി തീർന്നിരിക്കുന്നു. അധുനാ ചേതി നൃപഃ മാം ഹരതീക്കില. ഇപ്പോൾ ചേതിരാജാവായ ശിശുപാലൻ എന്നെ ഹരിക്കുവാനായിട്ട് ഒരുങ്ങി വരുന്നു. അല്ലയോ കൃപാലയ, ഐ കൃപാലയ പാലയ മാം, എന്നെ രക്ഷിക്കണേ ഭഗവാനെ. ഇതി പ്രകാരം പ്രജഗദേ പ്രാർത്ഥിച്ചു രുക്മിണി. ജഗദേകപദേ, ഈ ജഗത്തിൻ്റെ മുഴുവൻ നാഥനായിരിക്കുന്ന അല്ലയോ ഭഗവാനെ, അങ്ങ് എന്നെ രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് രുക്മിണി ദേവി ഈ ബ്രാഹ്മണനിലൂടെ ഭഗവാനിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഭഗവാൻ മുൻപേ തന്നെ രുക്മിണി ദേവിയുടെ മനസ്സിനെ ഹരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഇനി മറ്റൊരാൾ കൂടി വന്ന് ഹരിക്കുക, അപഹരിക്കുക എന്ന് പറഞ്ഞാൽ അത് സഹിക്കാവുന്നതല്ല. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ മുഴുവൻ നാഥനായിരിക്കുന്ന ഭഗവാനെ, അങ്ങ് എല്ലാ ജീവജാലങ്ങളുടെയും വിശിഷ്യ എല്ലാ മനുഷ്യരുടെയും ശ്രേയസിനെ ചെയ്യുന്നയാളായതുകൊണ്ട് എൻ്റെ ദുഃഖങ്ങളൊക്കെ മനസ്സിലാക്കി എന്നെ ഈ വിഷമാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് രുക്മിണി ദേവി ഈ ബ്രാഹ്മണനിലൂടെ ഭഗവാനിലേക്ക് സമർപ്പിക്കുന്നത്. തവ ഹൃതാസ്മി പുരൈവ ഗുണൈരഹം ഹരതി മാം കില ചേതി നൃബോധുനാ അയി കൃപാലയ പാലയ മാമിതി പ്രജഗദേ ജഗദേ കപദേ തയാ അശരണാം യദി മാം ത്വമുപേക്ഷസേ സപദി ജീവിതമേവ ജഹാമ്യഹം ഇതി ഗിരാസുതനോരതനോദ്ഭൃശം സുഹൃദയം ഹൃദയം തവ കാദരം അശരണാം യദി മാം ത്വം ഉപേക്ഷസേ സപദി ജീവിതം ഏവ ജഹാമി അഹം ഇതി ഗിരാ സുതനോഹ അതനോദ്ഭൃശം സുഹൃദ് അയം ഹൃദയം തവ കാതരം അശരണാം യദി മാം ത്വം ഉപേക്ഷസേ. രുക്മിണി ദേവി ഭഗവാനോട് അറിയിക്കുകയാണ് ബ്രാഹ്മണനിലൂടെ, അശരണാം യദി മാം ത്വം ഉപേക്ഷസേ, മറ്റാരും ശരണം ഇല്ലാത്തതായ എന്നെ ഭഗവാനെ അങ്ങ് ഉപേക്ഷിച്ചാൽ പിന്നെ എനിക്ക് മറ്റൊരു ആശ്രയവുമില്ല. സപതി ജീവിതമേവ ജഹാമി അഹം, ഞാൻ എൻ്റെ ജീവനെ തന്നെ വെടിയും. ഇതി ഗിരാസുതനോഹ്, ഇപ്രകാരമുള്ള ആ രുക്മിണി ദേവിയുടെ വാക്കുകൾ അറിയിച്ച ആ അയം സുഹൃദ്, ആ സ്നേഹിത ബ്രാഹ്മണൻ, ഹൃദയം തവ കാതരം വൃശം അതനോത്, ഭഗവാന്റെ ഹൃദയത്തെ അനുകമ്പ ആർദ്രിതം ആക്കി തീർത്തു. ഇപ്രകാരമുള്ള വാക്കുകളൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഭഗവാന്റെ മനസ്സ് അനുകമ്പയുള്ളതായി തീർന്നു എന്നർത്ഥം. ഇവിടെ രുക്മിണി ദേവി ഭഗവാനോട് പറയുന്നത്, എനിക്ക് മറ്റാരും ശരണമില്ല ഭഗവാനെ. എൻ്റെ വീട്ടിൽ താമസിക്കുന്നവർ അല്ലെങ്കിൽ എൻ്റെ കൊട്ടാരത്തിൽ താമസിക്കുന്നവർ തന്നെ എൻ്റെ ആഗ്രഹത്തിനെതിരാണ്. അവിടെ രുക്മി എന്താണോ വിചാരിക്കുന്നത് അതേ നടക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അങ്ങ് വന്ന് എന്നെ രക്ഷിച്ചില്ല എങ്കിൽ
ഞാൻ ഈ ചേതി രാജാവായ ശിശുപാലന് കീഴ്പ്പെടേണ്ടതായി വരും. എനിക്കിതിനേക്കാൾ വലിയൊരു ധർമ്മസങ്കടം വരാനില്ല. അതുകൊണ്ട് എന്നെ ഈ വിഷമാവസ്ഥയിൽ നിന്നും മോചിപ്പിക്കുവാൻ അങ്ങ് ദയ കാണിക്കണേ എന്നുള്ള ഒരു സന്ദേശമാണ് ഈ ബ്രാഹ്മണനിലൂടെ കൊടുക്കുന്നത്. തന്നെയുമല്ല, അശരണം എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം. ആലോചിക്കണം, ഭഗവാനെ അനന്യമായ ചിന്തയോടുകൂടി ആരാശ്രയിക്കുന്നുവോ അവർക്ക് വേണ്ടതായ യോഗവും ക്ഷേമവും എല്ലാം നൽകും എന്നുള്ളത് ഭഗവാന്റെ വാഗ്ദാനമാണ്. ഭഗവത്ഗീതയിൽ 9-ാമത്തെ അധ്യായത്തിൽ പറയുന്ന 22-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അങ്ങനെയാണ്. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ആരാണോ അനന്യമായ ചിന്തയോടുകൂടി എന്നെ ഉപാസിക്കുന്നത്, ഞാൻ അവർക്ക് വേണ്ടതായ യോഗത്തെയും ക്ഷേമത്തെയും ഒക്കെ നൽകും എന്ന് ഭഗവാൻ അവിടെ പറഞ്ഞു വച്ചിരിക്കുകയാണ്. ആ വാക്കുകൾ അനുസരിച്ചിട്ട് ഇവിടെ എനിക്ക് മറ്റാരും ശരണമില്ലാത്ത എന്നെ ഈ അവസരത്തിൽ ഉപേക്ഷിക്കുന്നത് അങ്ങയ്ക്ക് ഉചിതമാവില്ല. അതുകൊണ്ട് എന്നെ നിർബന്ധമായും രക്ഷിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് രുക്മിണി ദേവി ഭഗവാന്റെ അടുത്തേക്ക് വയ്ക്കുന്നത്. നമ്മൾ 3-ാമത്തെ ദശകത്തിൽ മേൽപ്പത്തൂർ പറയുന്ന ഒരു വാക്കുകൂടി കേട്ടു ഇപ്രകാരം: മരുദ്ഗേഹാധീശ ത്വയി ഖലു പരാഞ്ചോഭിസുഖിനോ ഭവസ്നേഹി സോഹം സുബഹുപരിതപ്യേജ കിമിദം അകീർത്തിസ്തേ മാഭൂത് വരദ ഗതഭാരം പ്രശമയൻ ഭവത് ഭക്തോത്തം സം ജഡിതി കുരുമാം കംസദമന. അല്ലയോ ഗുരുവായൂരപ്പ, യാതൊരു ഭക്തിയുമില്ലാത്ത ആളുകളൊക്കെ വളരെ സുഖമായിട്ട് ഇങ്ങനെ നടക്കുന്നു. അങ്ങയിൽ ഭക്തിയുള്ള ഞാനാവട്ടെ ദാ ഇവിടെ അനങ്ങാൻ പോലും നിവൃത്തിയില്ലാതെ ഇരുന്ന് അങ്ങയെ ഭജിക്കുകയും ചെയ്യുന്നു. ഇത് ശരിയാണോ ഭഗവാനെ? നാളെ ഒരിക്കൽ ആളുകൾ അങ്ങയെക്കുറിച്ച് പേരുദോഷം പറയില്ലേ? അങ്ങയെ ഉപാസിക്കുന്നവർക്കൊക്കെ ദുഃഖമാണെന്നും അങ്ങയെ ക്ഷണനേരം പോലും മനസ്സിൽ സ്മരിക്കാത്ത ആളുകൾക്ക് സർവ്വസുഖങ്ങളും കിട്ടുന്നു എന്നെല്ലാം ആളുകൾ അപവാദം പറയില്ലേ? അതുകൊണ്ട് അങ്ങയ്ക്ക് ആ അപവാദത്തിൽ നിന്ന് രക്ഷ നേടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ രോഗം തീർത്തു തരും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ അശരണാം യതി മാം ത്വം ഉപേക്ഷസേ സപതി ജീവിതമേവ ജഹാമ്യഹം. ഇപ്പോൾ അങ്ങ് വന്നെന്നെ രക്ഷിച്ചില്ല എന്ന് കരുതുക, ഞാൻ ജീവിതം ഉപേക്ഷിക്കുകയും ചെയ്തു എന്നും കരുതുക. ആളുകൾ അങ്ങയെക്കുറിച്ച് എന്ത് പറയും? ദാ അങ്ങയെ സ്വീകരിക്കാൻ തയ്യാറായി നിന്ന ആ രാജകുമാരി അവസാനം ആത്മഹത്യ ചെയ്യേണ്ടതായി വന്നു. ഭഗവാൻ അവളെ സ്വീകരിച്ചില്ല, അല്ലെങ്കിൽ അവളെ അനുഗ്രഹിച്ചില്ല എന്നല്ലേ പറയൂ. അതും അങ്ങേക്കൊരു പേരുദോഷമല്ലേ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് അങ്ങേക്ക് പേരുദോഷം ഉണ്ടാവണ്ട എന്നുണ്ടെങ്കിൽ വന്ന് എന്നെ രക്ഷിച്ചോളൂ. അപ്പോൾ ഇതെല്ലാം ആ ഭക്തിയുടെയും സ്നേഹത്തിൻ്റെയും എല്ലാം ഒരു സ്വാർത്ഥമായ വിചാരത്തെ ഉണ്ടാക്കിയെടുക്കുന്ന രംഗങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. എന്തായാലും ഭഗവാനെ ആശ്രയിച്ചവരെ ഒന്നും ഭഗവാൻ ഉപേക്ഷിക്കുകയില്ല എന്നുള്ള ഭഗവാന്റെ വാക്യത്തെ സത്യമാക്കി തീർക്കുന്നതിനായിട്ട് ഭഗവാൻ നിശ്ചയമായും വരിക തന്നെ ചെയ്യും എന്നുള്ള ഉറപ്പോടുകൂടിയാണ് രുക്മിണി ദേവി പ്രകാരം പറയുന്നത്. അശരണാം യതി മാം ത്വമുപേക്ഷസേ സപദി ജീവിതമേവ ജഹാമ്യഹം ഇതി ഗിരാസുതനോരതനോദ്ഭൃശം സുഹൃദയം ഹൃദയം തവ കാതരം അകദയസ്ത്വമഥൈനമയേ സഖേ തദധികാ മമ മന്മഥവേദന നൃപസമക്ഷമുപേത്യ ഹരാമ്യഹം തദയിതാം ദയിതാമസി ദേക്ഷണം. അകദയഃ ത്വം അഥ ഏനം അയേ സഖേ തദ് അധികാ മമ മന്മഥ വേദന നൃപസമക്ഷം ഉപേത്യ ഹരാമി അഹം തദയിതാം ദയിതാം അസി ദേക്ഷണം. അകദയഃ ത്വം അഥ ഏനം. ഇപ്രകാരം ബ്രാഹ്മണൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ
ആ ബ്രാഹ്മണനോട് ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു, അയേ സഖേ, അല്ലയോ കൂട്ടുകാരാ, തദധികാ മമ മന്മഥ വേദന, അവളേക്കാൾ അധികം മന്മഥവേദന എനിക്കുണ്ട്. നൃപസമക്ഷമുപേത്യ, ആ രാജാക്കന്മാരൊക്കെ നിറഞ്ഞിരിക്കുന്ന ആ സദസ്സിൽ എത്തിയിട്ട്, അഹം ഹരാമി, ഞാൻ അവളെ ഹരിച്ചു കൊണ്ടുപോകും. തദയിതാം ദയിതാം അസിതേക്ഷണാം, ആ ദയിത പ്രിയതമയും അസിതേക്ഷണാം സുന്ദരിയുമായിരിക്കുന്ന രുക്മിണിയെ ഞാൻ അവിടെ നിന്ന് ഹരിച്ചു കൊണ്ടുപോരും എന്ന് ബ്രാഹ്മണനോട് ഭഗവാൻ പറയുകയാണ്. ബ്രാഹ്മണൻ വന്നു പറഞ്ഞ വിശേഷങ്ങൾ ഒക്കെ കേട്ടതിന് ശേഷം ഭഗവാൻ ആ ബ്രാഹ്മണനോട് പറയുകയാണ്, എനിക്ക് അവളേക്കാൾ അധികം മന്മഥ താപമുണ്ട്. അതുകൊണ്ട് നിശ്ചയമായും ഞാൻ വന്ന് രാജാക്കന്മാരുടെ മുൻപിൽ വച്ച് അവളെ ഹരിച്ചുകൊണ്ട് പോരുന്നതാണ് എന്നുകൂടി ബ്രാഹ്മണനോട് ഭഗവാൻ പറഞ്ഞു. അകഥയസ്ത്വമഥൈനമയേ സഖേ തദധികാമമന്മഥവേദന നൃപസഭക്ഷമുപേത്യഹരാമ്യഹം തദയിതാം ദയിതാമസിതേക്ഷണം പ്രമുദിതേന ച തേന സമം തദാ രഥഗദോ ലഘുകുണ്ഡിനമേയിവാൻ ഗുരുമരുത്പുരനായകമേ ഭവാൻ വിതനുതാം തനുതാം നിഖിലാപദം പ്രമുദിതേന ച തേന സമം തദാ രഥഗദഃ ലഘുകുണ്ഡിനം ഏയിവാൻ ഗുരുമരുത്പുരനായക മേ ഭവാൻ വിതനുതാം തനുതാം നിഖിലാപദം പ്രമുദിതേന ച തേന സമം തദാ. ആ ബ്രാഹ്മണനോട് ഇപ്രകാരമെല്ലാം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി ഭഗവാൻ വരാം എന്ന് പറഞ്ഞപ്പോൾ. അങ്ങനെ സന്തുഷ്ടനായിരിക്കുന്ന ആ ബ്രാഹ്മണനോടൊപ്പം രഥഗതഃ, രഥത്തിൽ കയറി ഭഗവാൻ പോയി ലഘു കുണ്ഡിനം ഏയുവാൻ, കുണ്ഡിനത്തിലേക്ക് അല്ലെങ്കിൽ വിദർഭ രാജാവിൻ്റെ പുരത്തിലേക്ക് പ്രവേശിച്ചു. ഗുരുമരുത്പുര നായക, ഗുരുവായൂരപ്പ, മേ ഭവാൻ, എനിക്ക് അങ്ങ് നിഖിലാപദാം തനുതാം വിതനുതാം, എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളെയും എല്ലാ ആപത്തുകളെയും മാറ്റി ഈ വേദനകളൊക്കെ ഒന്ന് കുറച്ചു തരണേ എന്ന് അപേക്ഷിക്കുകയാണ് ഇവിടെ രുക്മിണി ദേവി ഭഗവാനോട്. ഭഗവാൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ വളരെ സന്തുഷ്ടനായ ബ്രാഹ്മണനോടൊപ്പം ഭഗവാൻ വിദർഭപുരിയിലേക്ക് യാത്രയായി. ആ രുക്മിണിയുടെ സന്ദേശവും ബ്രാഹ്മണൻ്റെ ദൂതും എല്ലാം ശരിയായ അർത്ഥത്തിൽ സ്വീകരിച്ചല്ലയോ ഭഗവാനെ അങ്ങ് അവരുടെ ദുഃഖത്തെ ശമിപ്പിക്കാനായിട്ട് പുറപ്പെട്ടുവല്ലോ. അങ്ങനെയെങ്കിൽ അങ്ങയുടെ കഥകൾ അങ്ങയുടെ തിരുനടയിലിരുന്നു കൊണ്ട് ഇപ്രകാരം വർണ്ണിക്കുന്ന എന്നെയും കൂടി ഒന്ന് പരിഗണിക്കേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യമാണ്. എൻ്റെ ശരീരത്തിൻ്റെ വേദനകളൊക്കെ ഒന്ന് കുറച്ച് തരണേ എന്നുള്ള മേൽപ്പത്തൂരിൻ്റെ ചോദ്യം. ഇപ്രകാരം ഒരു അപേക്ഷയോടുകൂടി ഈ ദശകവും ഭഗവത്പാദത്തിൽ സമർപ്പിക്കുകയാണ് മേൽപ്പത്തൂർ. പ്രമുദിതേന ച തേന സമം തദാ രഥഗദോ ലഘുകുണ്ഡിനമേയിവാൻ ഗുരുമരുത്പുര നായക മേ ഭവാൻ വിതനുതാം തനുതാം നിഖിലാപദം.